ഹായ് എവ്രി വൺ. കഴിഞ്ഞ 2019-20 ഈവൻറ്റ് സെമസ്റ്റർ റെഗുലർ എക്സാമിനേഷൻസ് ഒന്നും തന്നെ COVID-19 സിറ്റുവേഷനിൽ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ UGC ഗൈഡ് ലൈൻസ് പ്രകാരം ഫൈനൽ ഇയേഴ്സിന് മാത്രം ഓൺലൈൻ എക്സാം നടത്തിയിട്ട് ബാക്കി ലോവർ സെമസ്റ്റേഴ്സിനെല്ലാം തന്നെ ഗ്രേഡ് കാൽക്കുലേഷൻ നടത്തും എന്നുള്ളതും ഒക്കെ നമ്മുടെ KTU അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആദ്യമേ തന്നെ ഒരു ഗൈഡ് ലൈനും കാര്യമൊക്കെ അന്നേരം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുറച്ച് റിവിഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുതിയ പ്രൊസീജിയർ വീണ്ടും റിവൈസ്ഡ് പ്രൊസീജിയർ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. സോ ഇതിലെങ്ങനെയാണ് നമുക്ക് ഗ്രേഡ് കാൽക്കുലേഷൻ ഇവാലുവേഷനും ഒക്കെ നടത്തുന്നത്, അതിൻ്റെ മാനറും പ്രൊസീജിയറും ഒക്കെ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു സർക്കുലറിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ പഴയ കൗൺസിൽ മീറ്റിംഗ് നടന്നതിൻ്റെ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചിട്ട് AICTEയുടെ ഉത്തരവ് പ്രകാരം ആണ് ലോവർ സെമസ്റ്റർ എക്സാമിനേഷൻസ് നടക്കാൻ പറ്റാണ്ട് പോയതും അക്കാഡമിക് കൗൺസിൽ അനുസരിച്ച് ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തുകൊണ്ട് UGCയുടെ നിർദ്ദേശപ്രകാരം ഗ്രേഡ് കാൽക്കുലേഷൻ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഈ ആദ്യം പറയുന്നത്. പിന്നെ അക്കാഡമിക് കൗൺസിൽ മീറ്റിംഗ് നവംബർ 29 നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുറച്ച് റിവിഷനും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് UG ആൻഡ് PG പ്രോഗ്രാംസ് അല്ലെങ്കിൽ അതിൻ്റെ ലോവർ സെമസ്റ്റേഴ്സിൻ്റെ ഗ്രേഡ് കാൽക്കുലേഷനൊക്കെ എങ്ങനെയാണ്, ഇവാലുവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു ഓർഡറിൽ മെയിനായിട്ട് പറയുന്നത്. സോ ഇവിടെ ലോവർ സെമസ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അത് നേരത്തെ തന്നെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ദ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ലോവർ സെമസ്റ്റേഴ്സ് അതർ ദാൻ ഫൈനൽ ഇയേഴ്സ്. ഫൈനൽ സെമസ്റ്റേഴ്സിന് നേരത്തെ തന്നെ ഓൺലൈൻ എക്സാം നടത്തി അതിൻ്റെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോവർ സെമസ്റ്റർ സ്റ്റുഡൻസിൽ ജൂലൈ ഓഗസ്റ്റ് 2020 റെഗുലർ എക്സാമിനേഷൻ നടക്കേണ്ടിയിരുന്ന പ്രോഗ്രാംസ് BTech പ്രോഗ്രാം, MTech, MCA, MBA, MArch, MPlan, BArch, ഡിസൈൻ, BHMCT ഹോട്ടൽ മാനേജ്മെൻറ്റ്, അതിൽ തന്നെ പാർട്ട് ടൈം പ്രോഗ്രാംസും ലാറ്ററൽ എൻട്രി അഡ്മിഷൻസും എല്ലാവർക്കും റെഗുലറായിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് അല്ലെങ്കിൽ CGPA കമ്പ്യൂട്ടർ ബേസ്ഡ് കാൽക്കുലേഷൻ ആയിരിക്കും നടത്തുന്നത്. അതും പ്രീവിയസ് സെമസ്റ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നടത്തുന്നത് എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ S6 സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CGPA S5 വരെയുള്ള CGPA ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ S4കാർക്ക് S3 വരെയുള്ള CGPA കൺസിഡർ ചെയ്യും. S2കാർക്ക് S1 CGPA കൺസിഡർ ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റെഗുലർ സെമസ്റ്ററിലെ ഗ്രേഡ് കാൽക്കുലേഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ അതിനനുസരിച്ച് അപ്പോൾ ആ അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. അതായത് CGPA അപ് ടു പ്രീവിയസ് സെമസ്റ്റർ വിൽ ബി കൺവേർട്ടഡ് ടു പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ബേസ്ഡ് ഓൺ ദി ഫോർമുല അപ്രൂവ്ഡ് ബൈ അക്കാഡമിക് കമ്മിറ്റീസ് ഓഫ് ദി യൂണിവേഴ്സിറ്റി അക്കാഡമിക് കമ്മിറ്റി അപ്രൂവ് ചെയ്ത ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് സെമസ്റ്റർ വരെ എത്ര CGPA ആണോ കിട്ടിയിരിക്കുന്നത് അതിനെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ആക്കി മാറ്റിയതിന് ശേഷം ആ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണോ അതിനെ നിയറസ്റ്റ് ഇൻറ്റിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടുന്ന ആ മാർക്കിനെയാണ് നിങ്ങൾ തിയറി കോഴ്സ് അല്ലെങ്കിൽ സബ്ജക്ട്സിന് നിങ്ങൾ സ്കോർ ചെയ്ത മാർക്കായിട്ട് എൻഡ് സെമസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനിൽ സ്കോർ ചെയ്ത മാർക്കായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CGPA നിങ്ങളുടെ പ്രീവിയസ് സെമസ്റ്റർ വരെ എത്ര CGPA ഉണ്ടായിരുന്നോ അതിനെ പെർസെൻറ്റേജ് ഓഫ് മാർക്സായി കൺവേർട്ട് ചെയ്തിട്ട് നിയറസ്റ്റ് ഇൻറ്റിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടുന്ന ആ ഫിഗർ ആയിരിക്കും നിങ്ങളുടെ തിയറി കോഴ്സസിന് നിങ്ങൾക്ക് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനിൽ കിട്ടിയ മാർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ദെൻ അതിനുശേഷം എല്ലാ സ്റ്റുഡൻസിനും ഫ്ലാറ്റായിട്ട് ഒരു 5% മോഡറേഷൻ കൊടുക്കുന്നുണ്ട്. സോ മാക്സിമം മാർക്സിൻ്റെ 5%. Flat moderation of 5% of the maximum marks will be given for each subject for the end semester examination. ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മോഡറേഷനും തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റേർണൽ മാർക്സ് അത് കൺസേൺഡ് ഫാക്കൽറ്റിയാണ് ഇൻറ്റേർണൽ മാർക്സ്
നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നത്. ആ കിട്ടിയിരിക്കുന്ന ഇൻറ്റേർണൽ മാർക്സിനെ നോർമൽ പ്രൊസീജിയർ അനുസരിച്ച് തന്നെ നോർമലൈസ് ചെയ്യും. നോർമലൈസ് ചെയ്തതിന് ശേഷം നേരത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി മാർക്കിൻ്റെ കൂടെ ഈ ഒരു പെർട്ടിക്കുലർ മാർക്ക്, അതായത് ഇൻറ്റേർണൽ മാർക്കും കൂടി ആഡ് ചെയ്യും. ആഡ് ചെയ്ത് ആ കിട്ടുന്നതിനെ ആയിരിക്കും ടോട്ടൽ മാർക്സ്, ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ മാർക്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഗ്രേഡ് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ കേസസിലാണെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് ഇൻറ്റേർണൽ മാർക്സ് 50 മാർക്സ് ഇൻറ്റേർണലും 100 മാർക്സ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷനുമാണ് അല്ലേ. അപ്പോൾ ആ സെയിം തന്നെയാണ് ഇൻറ്റേർണൽ മാർക്സിനെ ഇവിടെ യൂണിവേഴ്സിറ്റി മാർക്സ് 100 മാർക്സിനുള്ള ആ മാർക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രീവിയസ് CGPA ബേസ് ചെയ്താണ് വരുന്നതെന്ന് മാത്രം. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 5% മോഡറേഷനും കൂടി കിട്ടുന്നുണ്ട്. ആ കിട്ടുന്ന ആ മാർക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്രയാണോ ഇൻറ്റേർണൽ മാർക്സ് കിട്ടിയിരിക്കുന്നത് ആ ഇൻറ്റേർണൽ മാർക്സും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്ക്, ആ ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ദെൻ ആ ടോട്ടൽ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൻ്റെ ഗ്രേഡ് നിശ്ചയിക്കുന്നത്. ഓക്കെ, ദെൻ ലോവർ സെമസ്റ്റർ എല്ലാ പ്രോഗ്രാംസിൻ്റെയും ലോവർ സെമസ്റ്റേഴ്സിൻ്റെ ഗ്രേഡ് കാൽക്കുലേഷൻ ഈ പറഞ്ഞ രീതിയിലായിരിക്കും നടക്കുന്നത്. It may be noted that the end semester marks of students in all subjects in the current semester to be calculated depends on their academic performance in previous semesters evaluated in terms of CGPA. അപ്പോൾ പ്രീവിയസ് സെമസ്റ്ററിൻ്റെ CGPA ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഈ ഒരു കറൻറ്റ് സെമസ്റ്ററിൻ്റെ അക്കാഡമിക് പെർഫോമൻസ് വരുന്നത്. സോ BTech 2015 സ്കീം അനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോവർ സെമസ്റ്റർ സ്റ്റുഡൻസ് അവരുടെ ഗ്രേഡ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാംസിൻ്റെ എല്ലാം തന്നെ BTech 2015 സ്കീം അനുസരിച്ച് പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ റെഗുലർ എക്സാമിനേഷൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതിൽ എങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ റെഗുലേഷൻ അനുസരിച്ച് ഈ 2015 സ്കീമുകാർക്ക് മിനിമം പാസ്, ഓരോ സബ്ജക്റ്റിൻ്റെ മിനിമം പാസ് എന്ന് പറയുന്നത് 100-ൽ 45, അതായത് 45%. അതിൽ തന്നെ 5% മോഡറേഷൻ തരുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മോഡറേഷൻ ഉള്ളത് കൊണ്ട് പാസ് മാർക്ക് എന്ന് പറയുന്നത് 40% ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഈ മാർക്ക് സ്റ്റുഡൻറ്റിൻ്റെ CGPA, പ്രീവിയസ് സെമസ്റ്ററിൻ്റെ CGPA അനുസരിച്ചാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. കൺസിഡറിങ് ഓൾ ദ അവൈലബിൾ പബ്ലിഷ്ഡ് റിസൾട്ട്സ് ഇൻക്ലൂഡിങ് റിവാലുവേഷൻ. ആ പ്രോസസ്സിങ് ടിൽ ദ ഡേറ്റ് ഓഫ് പ്രോസസ്സിങ് റിസൾട്ടിൻ്റെ ആ ടൈമിൽ നിങ്ങളുടെ ഏതെല്ലാം റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, റീവാലുവേഷൻ ഉൾപ്പെടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ ഫൈനൽ റിസൾട്ടും കൂടി ചേർത്ത് നിങ്ങൾക്ക് വരുന്ന ആ CGPA ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ മാർക്ക് കാൽക്കുലേഷൻ നടക്കുന്നത്. ദെൻ 2015 സ്കീമുകാരുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രീവിയസ് സെമസ്റ്റർ വരെ കിട്ടിയ CGPA × 10 - 3.75 എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ CGPA കറസ്പോണ്ടിങ് ടു 40% മാർക്സ് എന്ന് പറയുന്നത് 4.33 ആയിരിക്കും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് CGPA പ്രീവിയസ് സെമസ്റ്റേഴ്സിൽ 4.33 സ്കോർ ചെയ്തിട്ടില്ല എങ്കിൽ ഈ കറൻറ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പാസ്സാവാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഓൾ സ്റ്റുഡൻറ്റ്സ് ഹാവിങ് എ മിനിമം സോ അപ്പം പ്രീവിയസ് സെമസ്റ്റേഴ്സിൽ CGPA 4.33 മിനിമം സ്കോർ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ കറൻറ്റ് സെമസ്റ്ററിൻ്റെത് പാസ്സാവും. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് സെമസ്റ്റർ ഗ്രേഡ് കാർഡ്സ്, ഈ കറൻറ്റ് സെമസ്റ്ററിൻ്റെ സെമസ്റ്റർ ഗ്രേഡ് കാർഡ്സ് സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും സ്റ്റുഡൻറ്റ് ഏതെങ്കിലും എക്സാമിനേഷൻ, അതായത് കോളേജ് ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻസ് ആയിട്ടുള്ള ഇപ്പോൾ ഏതെങ്കിലും പ്രാക്ടിക്കൽ സബ്ജക്ട്സോ അല്ലെങ്കിൽ വൈവാവോസോ പിന്നെ പ്രൊജക്റ്റ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്, അതിലേതെങ്കിലും എക്സാമിന് ഫെയിലാവുകയാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ കറൻറ്റ് സെമസ്റ്റർ പാസ്സാവണമെങ്കിൽ ഏതാണോ നിങ്ങൾ ഫെയിലായിരിക്കുന്നത് കോളേജ് ലെവലിൽ, അത് വീണ്ടും ആ എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു കറൻറ്റ് സെമസ്റ്ററിലെ എക്സാം പാസ്സായതായിട്ട് കൺസിഡർ ആവത്തുള്ളൂ. അതുപോലെ തന്നെ സ്റ്റുഡൻസ് 4.33 പ്രീവിയസ് സെമസ്റ്റേഴ്സിൽ CGPA കിട്ടാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ
അവർ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻസിൽ പാസ്സാവില്ല. സോ അവർ പാസ്സാകണം എങ്കിൽ അവരുടെ CGPA മിനിമം 4.33 വരെ എത്തണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് സെമസ്റ്റർ ഗ്രേഡ് കാർഡ്സ് അതിന് ശേഷം മാത്രമേ അവൈലബിൾ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അതിന് ശേഷം മാത്രമേ ഇഷ്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സാമിനേഷൻസിൽ നിങ്ങൾ സപ്ലിമെൻ്ററി എക്സാമിനേഷൻസ് എഴുതി പാസ്സായി നിങ്ങളുടെ മിനിമം CGPA 4.33 എത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്റർ പാസ്സായി കിട്ടത്തുള്ളൂ. പിന്നെ BTech S6 കോംപ്രിഹെൻസീവ് എക്സാമിനേഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോംപ്രിഹെൻസീവ് എക്സാമിനേഷൻ 2 പാർട്ടായിട്ടാണ് നോർമലി നടക്കുന്നത്. അതായത് ഇൻറ്റേർണൽ ഓറൽ എക്സാമിനേഷൻ ഉണ്ട്, അത് 50 മാർക്സിനാണ്. പിന്നെ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന റിട്ടൺ എക്സാമിനേഷൻ 50 മാർക്സിനുണ്ട്. ഇത് രണ്ടുമായിട്ടാണ് നോർമലി S6ൻ്റെ കോംപ്രിഹെൻസീവ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ റെഗുലേഷൻസ് അനുസരിച്ച് സെപ്പറേറ്റ് മിനിമം മാർക്സ് വേണമെന്നില്ല പാസ്സാവാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ വൈവ നടത്തുന്ന അല്ലെങ്കിൽ ഓറൽ എക്സാമിനേഷൻ കോളേജ് ലെവലിൽ നടത്തുന്നതിന് 50% മാർക്ക് വേണമെന്നോ, അല്ലെങ്കിൽ അവിടെ സെപ്പറേറ്റ് മിനിമം മാർക്ക് കാൽക്കുലേഷനോ, പിന്നെ അതുപോലെ റിട്ടൺ എക്സാമിനേഷൻ ഇത്ര മാർക്ക് വേണം എന്നുള്ള ഒരു കൺസിഡറേഷൻ അവിടെ വരുന്നില്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ കേസിൽ 5% മോഡറേഷൻ ആപ്ലിക്കബിൾ ആയിരിക്കില്ല. So as per norms, students who fail to score a combined minimum of 45 marks in oral and written examination put together will fail in this subject. So അപ്പം കോളേജ് നടത്തുന്ന ഓറൽ എക്സാമിനേഷനും റിട്ടൺ എക്സാമിനേഷനും കൂടി ചേർത്ത് കഴിയുമ്പോൾ 45 മാർക്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ആ സബ്ജക്റ്റിൽ ഫെയിൽ ആയതായിട്ട് കൺസിഡർ ആവും. So in such cases, result of the subject will be marked as withheld. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ മാർക്ക് വിത്ത്ഹെൽഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. പിന്നെ അവർ പാസ്സാകണമെങ്കിൽ മിനിമം CGPA റിക്വയർമെൻറ്റ് കിട്ടണം. കമ്പൈൻഡ് മിനിമം ഓഫ് 45 മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മിനിമം CGPA എത്തിയാൽ മാത്രമേ അവർ ഈ ഒരു സബ്ജക്റ്റിന് പാസ്സായതായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇനി 2019 സ്കീം BTechകാരുടെയും BDSകാരുടെയും ഗ്രേഡ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേഷൻസ് അനുസരിച്ച് പാസ് മാർക്ക്, മിനിമം പാസ് മാർക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും വരുന്നത് 40% ആണ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് കിട്ടേണ്ടത്. അതുപോലെ തന്നെ 50% കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷനും എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനും കൂടി ചേരുമ്പോൾ 50% മാർക്സ് വരണം എന്നുള്ളതും റെഗുലേഷനിൽ പറയുന്നുണ്ട്. ഇപ്പം 5% മോഡറേഷൻ ഓൾറെഡി തരുന്നത് കൊണ്ട് തന്നെ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് മാത്രം 35% ആണ് പാസ് മാർക്ക് വരുന്നത്. സോ അപ്പോൾ ഇത് നിങ്ങളുടെ പ്രീവിയസ് സെമസ്റ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ഇത് വരുന്നത്. കൺസിഡറിങ് ഓൾ ദ അവൈലബിൾ പബ്ലിഷ്ഡ് റിസൾട്ട്, ആ ടിൽ ഡേറ്റ് വരെ ഏതൊക്കെ റിസൾട്ടാണ് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത് അതെല്ലാം കൂടി ചേർത്തുള്ള റിസൾട്ട് അനുസരിച്ചുള്ള ഗ്രേഡ് കാൽക്കുലേഷൻ ആയിരിക്കും അവിടെ ആ സമയത്ത് നടക്കുന്നത്. പിന്നെ 2019 സ്കീമുകാരുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് CGPA × 10 - 2.50 ആയിരിക്കും. സോ അപ്പം CGPA 35% എൻഡ് സെമസ്റ്റർ മാർക്സ് എന്ന് പറയുന്നത് 3.70 ആണ്. എന്ന് പറയുമ്പോൾ മിനിമം പ്രീവിയസ് സെമസ്റ്ററിൽ 3.70 CGPA ഉള്ള സ്റ്റുഡൻസ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ക്ലിയർ ആവും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് 50% ഓഫ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ ആൻഡ് ESA പുട്ട് ടുഗദർ ഇൻ ഇഫ് such students also have 50% of continuous internal evaluation and end semester examination put together in each subject, they will pass the end semester examination of the current semester. ഓക്കെ, അപ്പോൾ CGPA 3.70 വരണം, മിനിമം ഉണ്ടാവണം. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് തന്നെ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷനും എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ മാർക്കും കൂടി ചേരുമ്പോൾ 50% മാർക്സ് വരുന്നുണ്ട് എങ്കിൽ ആ സ്റ്റുഡൻസ് പാസ്സാവും, ആ കറൻറ്റ് സെമസ്റ്റർ പാസ്സാവും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഗ്രേഡ് കാർഡ്സ് അവരുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി അവൈലബിൾ ആവും. ഇഫ് എനി സ്റ്റുഡൻസ് ഫെയിൽ ഇൻ എക്സാമിനേഷൻസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോളേജ് ലെവലിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, വൈവ, വോസ് അങ്ങനത്തെ ഏതെങ്കിലും എക്സാമിനേഷൻസിന് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ
ഈ കറൻറ്റ് സെമസ്റ്റർ പാസ്സാവണമെങ്കിൽ ആ റെസ്പെക്റ്റീവ് എക്സാമിനേഷൻ കോളേജ് ലെവലിൽ വീണ്ടും കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പാസ്സായാൽ മാത്രമേ ഈ ഒരു സെമസ്റ്റർ പാസ്സായതായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. പിന്നെ റെഗുലേഷൻസ് അനുസരിച്ച് ഏതെങ്കിലും സ്റ്റുഡൻസ് കമ്പൈൻഡ് മിനിമം 50% മാർക്സ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്കും സെമസ്റ്റർ എക്സാമിനേഷൻ്റെ മാർക്കും കൂടി ചേരുമ്പോൾ 50% മാർക്സ് കിട്ടുന്നില്ല എങ്കിൽ ആ തിയറി സബ്ജക്റ്റിന് ഫെയിലായതായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനത്തെ കേസിൽ ഈ സബ്ജക്ട്സിൻ്റെ റിസൾട്ട് വിത്ത് ഹെൽഡ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്റ്റുഡൻസ് പാസ്സാകണമെങ്കിൽ അവർക്ക് മിനിമം CGPA 50% വരെ ആകാൻ വേണ്ടിയിട്ട്, കമ്പൈൻഡ് മിനിമം 50% വരെ ആകാൻ വേണ്ടിയിട്ട് എത്ര CGPA ആണോ വേണ്ടി വരുന്നത് അത് ആ മിനിമം CGPA ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അവർക്ക് ആ സബ്ജക്റ്റ് പാസ്സായതായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. So it may be noted that as per the above procedure, the end semester marks of S2ൻ്റെ end semester marks എന്ന് പറയുന്നത് SGPA ഓഫ് S1നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്. സോ അപ്പം if a student performs badly for 1 or 2 subjects in S1, his or her marks in all subjects of S2 will get badly affected. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ S2 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ S2 റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം S1ൻ്റെ മാത്രം CGPA അല്ലെങ്കിൽ SGPA ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും 1-2 സബ്ജക്റ്റിന് തന്നെ ബാഡ് പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ട് S2നെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് 2019 സ്കീമുകാർക്ക് ഏതെങ്കിലും 2 സബ്ജക്ട്സ് പാസ്സായ ഏതെങ്കിലും 2 സെമസ്റ്റർ, ഫസ്റ്റ് സെമസ്റ്ററിൽ പാസ്സായ ഏതെങ്കിലും 2 സബ്ജക്ട്സ് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കുട്ടികൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും 2 പാസ്സായ സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യാം. This improvement chance will be available to students who are presently in S3. ഇപ്പോൾ S3 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതും ഇനി അടുത്ത് എപ്പോഴാണ് എക്സാമിനേഷൻ നടക്കുന്നത് ആ ടൈമിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസ് കിട്ടുന്നത്. ഈ ഇമ്പ്രൂവ്മെൻറ്റ് ഓപ്ഷൻസ് പിന്നീട് ഒരു കാരണവശാലും ഒരു എക്സാമിനേഷനിലും തരില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് S2ൻ്റെ ഗ്രേഡിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് KTU ഇപ്പോൾ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസ് തരുന്നത്. ഇപ്പോൾ S1ൽ പാസ്സായ ഏതെങ്കിലും 2 സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്ത് ഗ്രേഡ് കൂട്ടാനുള്ള ഒരു ചാൻസാണ് ഇവിടെ പറയുന്നത്. സോ സ്റ്റുഡൻസ് ഹാവിങ് എ മിനിമം CGPA ഓഫ് 3.70. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും CGPA 3.70 മിനിമം ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ 50% കണ്ടിന്യൂസ് ഇവാലുവേഷനും ESAയും കൂടി ചേർക്കുമ്പോൾ വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ പാസ്സാവില്ല, ആ ഒരു സബ്ജക്റ്റ് പാസ്സാവില്ല. സോ ഒബ്വിയസ്ലി ദിസ് ഈസ് ഡ്യൂ ടു ദ ലോവർ മാർക്സ് സ്കോർഡ് ഇൻ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് മിക്കപ്പോഴും നമ്മുടെ കോളേജ് ലെവലിലുള്ള ഇൻറ്റേർണൽ ഇവാലുവേഷനിൽ നിങ്ങളുടെ ബാഡ് പെർഫോമൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് 2 ഓപ്ഷൻസ് ഉണ്ട് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ പാസ്സാവാനായിട്ട്. അതായത് ഇംപ്രൂവ് എനി 2 പാസ്ഡ് സബ്ജക്ട്സ് ഇൻ ഫസ്റ്റ് സെമസ്റ്റർ. ഒരു ഓപ്ഷനാണ് നിങ്ങൾ പാസ്സായ ഏതെങ്കിലും 2 സബ്ജക്ട്സ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ദെൻ ഈ ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസ് ഇപ്പോൾ പ്രസൻ്റ്ലി S3 ആയിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ട് വേറൊരു എക്സാമിനേഷന് ഇമ്പ്രൂവ്മെൻറ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് ഒരു ഓപ്ഷൻ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അത് കോളേജസ് വഴി നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ റെസ്പെക്റ്റീവ് ഫാക്കൽറ്റി വഴി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട് ഫോർ ദോസ് സബ്ജക്ട്സ് ഇൻ S2 വിത്ത് ലെസ് ഇൻറ്റേർണൽ മാർക്സ്. S2ൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട്സിന് ഇൻറ്റേർണൽ മാർക്സ് കുറവായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ കോളേജിൽ വഴി അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാനുള്ള പ്രൊവിഷനുണ്ട്. പിന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ പാസ് BHMD ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം
മിനിമം ഇൻഡിവിജ്വൽ സബ്ജക്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 40% ആണ് പാസ് മാർക്ക് വരുന്നത്. അതുപോലെ തന്നെ 40% ഫോർ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് ESA പുട്ട് ടുഗദർ, രണ്ടും കൂടി ചേരുമ്പോൾ 40% വേണം. അതുപോലെ ഇൻഡിവിജ്വലി സെമസ്റ്റർ എക്സാമിനേഷന് 40% വേണം. 5% മോഡറേഷൻ ഓൾറെഡി പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സെമസ്റ്റർ എക്സാമിനേഷന് പാസ്സാവാനുള്ള മിനിമം മാർക്ക് എന്ന് പറയുന്നത് 35% ആണ്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് സെമസ്റ്ററിൻ്റെ CGPA ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അതുവരെയുള്ള എല്ലാ റിസൾട്ടിനെയും ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ. പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കാൽക്കുലേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് CGPA × 10 - 3.75 ആണ്. അപ്പോൾ അതനുസരിച്ച് 3.83 ആണ് കറസ്പോണ്ടിങ് ആയിട്ട് CGPA വരുന്നത്. അപ്പോൾ മിനിമം CGPA 3.83 അല്ലെങ്കിൽ എബോവ് ഉള്ള കുട്ടികളെല്ലാം തന്നെ പാസ്സാവും, ആ സബ്ജക്റ്റിന് പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിന് വരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വായിച്ച് മനസ്സിലാക്കുക. ദെൻ അവർക്കും ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസ് ഉണ്ട്. ഏതെങ്കിലും സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് സെഷണൽസ് കൂട്ടാനും ഉള്ള പ്രൊവിഷൻസ് പറയുന്നുണ്ട്. പിന്നെ വേറെ മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ സ്റ്റുഡൻറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഗ്രേഡ് ഒബ്റ്റെയിൻഡ് ഇൻ എനി സബ്ജക്ട് ആസ് പെർ ദ അസസ്മെൻറ്റ് സ്ട്രാറ്റജി ഡിസ്കസ്ഡ് എബോവ്, ഹി ഓർ ഷീ ഹാസ് ദ ഓപ്ഷൻ ടു ക്യാൻസൽ ദി ഗ്രേഡ് ഓഫ് ദി പെർട്ടിക്കുലർ സബ്ജക്ട് ആൻഡ് റൈറ്റ് ദ എക്സാമിനേഷൻ ഇൻ ദ നെക്സ്റ്റ് അവൈലബിൾ ചാൻസ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഗ്രേഡ് കാൽക്കുലേഷൻ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് ഏതെങ്കിലും സബ്ജക്റ്റിന് നിങ്ങൾക്ക് അത് പോരാ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിനേഷൻ, നെക്സ്റ്റ് അവൈലബിൾ ചാൻസിൽ വരുന്ന എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഗ്രേഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ അഥവാ എക്സാമിന് എഴുതുകയാണെങ്കിൽ പോലും അത് സപ്ലിമെൻ്ററി ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അത് നിങ്ങളുടെ ഫസ്റ്റ് ചാൻസ് ആയിട്ട് തന്നെയായിരിക്കും എക്സാമിനേഷൻ കൺസിഡർ ചെയ്യുന്നത്. സോ സ്റ്റുഡൻസ് ഓഫ് S2 who have applied for improvement of S1 as per clause 7 shall not be eligible for cancellation of grades. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസും കൂടി പറയുന്നുണ്ട്. അതായത് S2 സ്റ്റുഡൻസ് S1 ഏതെങ്കിലും സബ്ജക്ട്സ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഗ്രേഡ് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഗ്രേഡ് കിട്ടിയത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് ഇമ്പ്രൂവ്ഡ് ഗ്രേഡ് വാങ്ങാനുള്ള പ്രൊവിഷനുണ്ട്. പിന്നെ ഗ്രേഡ് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ ഗ്രേഡ് ക്യാൻസലേഷൻ ഷാൽ നോട്ട് ബി പെർമിറ്റഡ് ഫോർ സ്റ്റുഡൻസ് ഹൂ ഇംപ്രൂവ്ഡ് ദെയർ ഇൻറ്റേർണൽസ്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ അനുസരിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസ് അനുസരിച്ച് നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് വന്ന മാർക്കാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഗ്രേഡ് ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. സോ ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ടു കണ്ടക്ട് ഇവാലുവേഷൻ ഓഫ് പ്രോജക്ട്സ് ബേസ്ഡ് ഓൺ ഇൻ്ററിം റിസൾട്ട്സ്, റിവ്യൂ, സർവേ, simulation, software driven or secondary data based works due to difficulty in performing laboratory based experiments and field survey based assignments internally at respective institutions. Okay. അതായത് പ്രോജക്റ്റ് ഇവാലുവേഷനും ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നത് റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻറ്റേർണലി ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഫീസിനെ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷൻ ഫീസൊന്നും തന്നെ യൂണിവേഴ്സിറ്റി ഈടാക്കുന്നില്ല. അഥവാ കോളേജസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്യാനായിട്ടും കോളേജസിന് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതനുസരിച്ച് സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫീസ് മാത്രം യൂണിവേഴ്സിറ്റി കളക്ട് ചെയ്യുന്നുണ്ട്. അത് സ്റ്റുഡൻസിൻ്റെ നിന്ന് 500 റുപ്പീസ് വെച്ച് ഓരോ സ്റ്റുഡൻസിൻ്റെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. എക്സാമിനേഷൻ ഫീസ് ഒന്നും തന്നെ കളക്ട് ചെയ്യുന്നില്ല, നില്ലാണ്. സോ അപ്പം എമൗണ്ട് റീകാൽക്കുലേഷൻ നടത്തിയതിന് ശേഷം എന്തെങ്കിലും എക്സസ് എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് സ്റ്റുഡൻസിന് നൽകണം എന്നുള്ള കാര്യങ്ങൾ കൂടി KTU ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2015 സ്കീമിനും 2019 സ്കീമിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയാണ് ഇപ്പോൾ ഗ്രേഡ് കാൽക്കുലേഷൻ്റെ ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട്
അതനുസരിച്ചുള്ള ആ ഒരു ഗ്രേഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്തായാലും അങ്ങനെ തന്നെ വരുള്ളൂ, കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ഇവാലുവേഷനാണ്. സോ അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പിന്നെ മിസ്റ്റേക്സ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ഒരാൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ എല്ലാവർക്കും ആ ഒരു ഫോർമുല തന്നെയായിരിക്കും അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എനിവേ, സോ എല്ലാവർക്കും നല്ല ഗ്രേഡ്സ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുവാണ്. ഓക്കെ ദെൻ, ബൈ, താങ്ക് യു.